അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു 4 ആയത്തുകളെ കുറിച്ചിട്ടാട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ ആഗ്രഹങ്ങളും മുറാദുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധിക്കണം, ഈ ഒരു പർവ്വതം നീങ്ങണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ആയത്തുകളെ ഓതുന്നതെങ്കിൽ പർവ്വതം നീങ്ങുക തന്നെ ചെയ്യും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഫലം കണ്ട് കിട്ടിയ ഒരു ആയത്തുകളാണ്. ആ ആയത്തിന് അത്രക്കും പവറുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടോ. എനിക്കും ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ സൂറത്തിലെ ഈ ആയത്തുകൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആവശ്യം പൂവണിഞ്ഞ് കിട്ടും എന്ന് കരുതിയിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതൊരു ആവശ്യമാണെങ്കിലും നമുക്ക് അതിൽ വിജയിച്ചടങ്ങുക തന്നെ ചെയ്യും. അത്രക്കും ഒരു സംശയവും വേണ്ട. മുഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ ഒരു സൈന്യത്തിൻ്റെ കൂടെ അയച്ചു. രാവിലെയും വൈകുന്നേരവും ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ആയത്തുകളെ ഓതാനാണ് കൽപ്പിച്ചത്. അങ്ങനെ ഓതിയത് കാരണം അവർ ആ യുദ്ധത്തിൽ വിജയിച്ചു എന്നാണ് നമ്മുടെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പവർ എത്രയാണ്! അത്രക്കും പവറുള്ള ആയത്താണ്. അതുപോലെ തന്നെ ആ ആയത്തുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ആയത്ത് പറഞ്ഞു തരാം. സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാനത്തെ 3 ആയത്തുകളാണ് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. സദഖല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതാണ് ആ 3 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെങ്കിലും ഉദ്ദേശം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ ആയത്തിൻ്റെ ഫളില് കൊണ്ട് നമുക്കത് നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ജയിച്ചടങ്ങണം. ഹലാലായ എന്തൊരു മുറാദാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ പർവ്വതം നീങ്ങണം എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ആയത്തുകളെ ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നീക്കി തരുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത് ഒരു എണ്ണം വെച്ചിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. വിജയത്തിൻ്റെ ആയത്താണ്. സൂറത്തുൽ മുഅ്മിനൂനിലാണ് ഈ ആയത്ത്, അവസാനത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളും നമ്മൾ ലക്ഷ്യമൊക്കെ കൈവരിക്കണമെങ്കിൽ ജയിച്ചടങ്ങണം എന്നുള്ള ഉറച്ച വിശ്വാസം, ഉറച്ച തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓതിത്തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫലം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഒരുപാട് പേര് ചെയ്തിട്ട് ഫലം കണ്ടിട്ടുണ്ട്.
ഒരുപാട് പേരുടെ കമൻസ് കണ്ടിട്ടും ഞാൻ കമൻസും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് എനിക്കും ഫലം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും ഫലം കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാ അല്ലാ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.